ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്നാണ് പോരാടാൻ ഇറങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ, 2 ആണവ നിലയങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും തകർക്കപ്പെടാം എന്നാണ് ആ ഉന്നതതല യോഗത്തിൽ അതിൽ പങ്കെടുത്തിരുന്നവരൊക്കെ തന്നെ ഖമേനിയോട് പറഞ്ഞത്. അങ്ങനെ 2 ആണവ കേന്ദ്രങ്ങൾ തകർന്നാൽ അതിൻ്റെ ദുരന്തം ഇറാനിലെ ജനത അനുഭവിക്കേണ്ടി വരും. ഒപ്പം ഈ നേതാക്കന്മാർക്കും അതിൻ്റെ തിക്തഫലം ഉണ്ടാകും എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഏതായാലും അമേരിക്കയ്ക്ക് മുന്നിൽ സമസ്താപരാധം പറഞ്ഞ് പഞ്ചപുച്ഛമടക്കി നിന്ന് കീഴടങ്ങി അവർ പറയുന്നിടത്തെല്ലാം അംഗീകരിച്ചു കൊടുത്ത് ഒപ്പിട്ടിട്ട് വരാനായിരിക്കും മിക്കവാറും അഗരാച്ചി തയ്യാറാവുക. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഇറാൻ എന്നൊരു രാജ്യം അവിടെ കാണുമോ എന്ന് പോലും ന്യായമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഇറാനിലെ ഖമേനി ഒഴികെയുള്ള എല്ലാവർക്കും ഈ സത്യം അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഖമേനി ഒരുപക്ഷെ ഇനി എതിര് പറഞ്ഞാലും അവിടുത്തെ ജനങ്ങൾ ഖമേനിയെ ഇനി അംഗീകരിക്കുകയില്ല. അവിടെ ഇപ്പോൾ തന്നെ ഇവരുടെ മതഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾ കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ ഒരുപക്ഷെ എല്ലാവരും തെരുവിലിറങ്ങി ഒരു പ്രക്ഷോഭം നടത്തിയാൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ ഈ മതഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ്. ഒപ്പം അമേരിക്കയും ഇസ്രായേലും ഒക്കെ അവർക്ക് പിന്തുണയുമായി എത്തിയാൽ, അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ പിന്നെ ഖമേനിക്കൊന്നും ആ രാജ്യത്ത് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതും ഒരു പരമാർത്ഥമാണ്.